ഗൈസ് അടുത്ത തവണ നിങ്ങളുടെ ഐഫോൺ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കേൾക്കും. ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഗൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ടിന്റെ ആവശ്യമുണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷോർട്ട് കട്ടിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് DM അയച്ചു തരാം. നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനകത്തോട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. ഓപ്പൺ ആയിരിക്കുന്ന ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനകത്തിൽ ഈ ഓട്ടോമേഷൻ എന്നുള്ള സെക്ഷൻ എടുക്കുക. റൈറ്റ് സൈഡ് ടോപ്പിലുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാർജർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈസ് കണക്റ്റഡ് ആണ് ടിക്ക് കിടക്കുന്നത് ഉറപ്പ് വരുത്തുക. താഴെയുള്ള റൺ ഇമീഡിയറ്റ്ലി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു ചാർജിങ് ഓട്ടോമേഷൻ എന്നുള്ള ആ ഒരു ഷോർട്ട് കട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസ് ചാർജർ ആണെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കേൾക്കും. ഇത് വർക്ക് ആവുന്നത് സിറി വോയിസ് വെച്ചിട്ടാണ്. കുറെ നാൾക്ക് മുമ്പ് പേജിൽ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ വോയിസ് ഒരുപാട് ആൾക്കാർക്ക് കുറവാണെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ബൂസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സിറിനെ ആക്ടിവേറ്റ് ചെയ്യുക. അതായത് ഹേ സിറി. ഇതുപോലെ സിറി വന്നു കഴിയുമ്പോൾ ഇതുപോലെ വോളിയം ബട്ടൺ ഇങ്ങനെ പ്ലസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സിറിയുടെ വോയിസ് അവിടെ നിങ്ങൾക്ക് കൂടും. സിറിയുടെ വോയിസ് നമുക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റും. ഇതും കുറെ ആൾക്കാർക്ക് അറിയത്തില്ല. ഒരു ഹിഡൻ സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇതുള്ള ഐഫോണിന്റെ ഹിഡൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഡെയിലി കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ആക്കി വെച്ചോ. ഐഫോൺ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ.